friends, welcome back to Fiveas kitchen. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാബ് ജാമുൻ ആണ്. ഗുലാബ് ജാമുൻ നമ്മൾ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അത് റെഡി മിക്സ് പാക്ക് വാങ്ങിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് പാൽപ്പൊടിയാണ്, നമ്മളെ സാധാ മിൽക്ക് പൗഡർ, അത് 2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് റവ 3 ടേബിൾ സ്പൂൺ. ഇത് പശുവും പാലാണ്, അത് ഒരു 6 to 8 ടേബിൾ സ്പൂണ്. നമ്മൾ ആവശ്യത്തിന് അനുസരിച്ച് എടുക്കാം. 3 ടേബിൾ സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ നമ്മൾ സാധാ നെയ്യ് ഉപയോഗിച്ചാലും മതി. 2 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് പൗഡർ, അതായത് നമ്മളെ മൈദപ്പൊടി. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. നമുക്ക് റവയിൽ 2 to 3 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് അതിനൊന്ന് ഒരു 10 മിനിറ്റ് നേരം അതിനൊന്ന് ജസ്റ്റ് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഇതിനെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ആദ്യം തന്നെ പാൽപ്പൊടി എടുക്കുക. എന്നിട്ട് അതിലേക്ക് ബട്ടർ ഇടണം. ബട്ടർ ഞാൻ ചെറുതാക്കിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് കട്ടായിട്ടിരിക്കും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് പാൽപ്പൊടിയും ബട്ടറും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതൊക്കെ നല്ല മിക്സ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പാൽ ആവശ്യത്തിന് എടുക്കുക, എത്ര വേണമെന്ന് നോക്കിയിട്ട് എടുത്താൽ മതി. ഇതിലേക്ക് ബേക്കിംഗ് പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് റവയും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. റവ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. അപ്പം ഞാൻ കുറച്ചും കൂടെ പാൽ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. കാരണം ഞാനിപ്പോൾ 8 ടേബിൾ സ്പൂൺ പാൽ എടുത്തിട്ടുണ്ട്, പക്ഷെ അത് മതിയാവില്ല. കാരണം നമുക്ക് ഇത് ഡോ ആക്കണം ഇങ്ങനെ. അപ്പോൾ കുറച്ചും കൂടെ ഒരു പാലിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പാൽ ആഡ് ചെയ്യാൻ പോവാണ് ഇതിൽ. നമ്മൾ ശ്രദ്ധിച്ചെടുക്കണം. കാരണം നമ്മൾ നന്നായിട്ട് കുഴച്ച് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ആദ്യം കൂടുതൽ വയ്ക്കുകയാണെങ്കിൽ പിന്നെ ഡോ ശരിയായിട്ട് കിട്ടൂല. നമുക്ക് ഏകദേശം ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ കിട്ടുമ്പം നമുക്ക് പാൽ ആവശ്യം ഉണ്ടാവില്ല. ഇനി വല്ലാതെ തന്നെ കുഴക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ മിക്സ് ആയി ഉറപ്പ് വരുത്തിയാൽ മതി. ഇനി നമുക്ക് ഇതിനൊരു 10 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ബോൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കണം. അപ്പം നമുക്കിഷ്ടമുള്ള സൈസിൽ തന്നെ എടുക്കാം. നല്ല ചെറുതാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു മീഡിയം സൈസിൽ വേണമെങ്കിൽ അങ്ങനെ. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബോൾ കുറച്ചും കൂടെ വലുതായി വരും നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ. അപ്പോൾ അതിൻ്റെ സൈസ് കണക്കാക്കിയിട്ട് എടുത്താൽ മതി. ഉരുള കയ്യിൽ പിടിക്കാണ്ടിരിക്കാൻ കുറച്ച് ഓയിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉരുട്ടിയെടുക്കാം. ഇവിടെ അനായും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അനായ ചെറുതാക്കിയിട്ട് എടുക്കുക. ഈ സൈസ് എടുക്കുക, അത് ടു ബിഗ് ആണിതാ. ഞാൻ നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. ക്രാക്സ് ഒന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പം നോക്കിയാൽ നമുക്ക് ക്രാക്സ് ഒന്നും കാണുന്നില്ല. അതുപോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് ഉരുട്ടിയെടുക്കണം. അതിനായി നല്ല സ്മൂത്ത് ആക്കിയിട്ട് ഉരുട്ടണം കേട്ടോ.
ശരിയല്ലോ. അപ്പം നമ്മൾ ഇതെല്ലാം ബോളാക്കി കഴിഞ്ഞിട്ടുണ്ട്. മാക്സിമം ഒരേ സൈസാക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ ചെറുതൊക്കെ വലുതായി പോയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പം പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിനെ ഇനി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളത് ഫ്രൈ ചെയ്യുമ്പം ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഇത് ഒരു സൈഡ് തന്നെ കുക്ക് ചെയ്താൽ ആ ഭാഗം കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മളിതിനെ എപ്പോഴും ഒന്ന് ഇളക്കി കൊടുക്കണം. സൈഡ് മാറ്റിയിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിനെടുത്ത് മാറ്റാം. നമുക്കിതിനെ എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ പൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫുൾ ബോളും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇടണം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബോൾ ചൂടുള്ള ഈ ഗുലാബ് ജാമുന് ചൂടുള്ള സിറപ്പിലേക്ക് ഇടാൻ പാടില്ല. ഇത് തണുക്കണം. തണുത്തതിന് ശേഷം മാത്രം നമ്മൾ സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമുക്കിതിനെ ഇടാൻ പാടുള്ളൂ. ഇനി നമുക്ക് സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ സിറപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ 2 കപ്പ് പഞ്ചസാര, ഒരു 4-5 ഏലക്കായ, ഒരു ഹാഫ് ലെമൺ, പിന്നെ ഒരു 3 അല്ലെങ്കിൽ 4 കപ്പ് വാട്ടർ. അത് നമുക്ക് ആഡ് ചെയ്തിട്ട് ആദ്യം 3 കപ്പ് ആഡ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഒന്നും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പം നമുക്ക് ആദ്യം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഇപ്പം ഞാൻ 3 കപ്പാണ് ഒഴിച്ചത്. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഒഴിക്കാം നമുക്ക്. അതിലേക്ക് നമുക്ക് ഏലക്കായ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വെള്ളം പിന്നെ ആഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പം നല്ല മധുരമൊക്കെ ഉണ്ട്. പിന്നെ ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം. കാരണം ഈ ഏലക്കായൻ്റെ ഫ്ലേവറൊക്കെ ആ വെള്ളത്തിലേക്കൊന്ന് നന്നായിട്ട് ഇറങ്ങി വരണം. തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് നാരങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഗുലാബ് ജാമുൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വാട്ടറൊക്കെ കുറച്ചൊന്ന് ഗുലാബ് ജാമുനിൽ ഒബ്സർവ് ആയിട്ട് വരുമ്പോൾ കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ സെർവ് ചെയ്യാം. നമുക്കിതിനെ സെർവിങ് ബൗളിലേക്ക് മാറ്റാം.
നമ്മളെ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല ഉണ്ടാക്കാൻ. ആകെ ഇതിൽ ടൈം എടുക്കുന്ന പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളത് ഒന്ന് റൗണ്ട് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കുന്ന ഒരു ഭാഗം മാത്രമേ ഉള്ളൂ കുറച്ചൊന്നും ബുദ്ധിമുട്ടുള്ളത്, ടൈം എടുക്കുന്നത്, ബുദ്ധിമുട്ടല്ല. ബാക്കിയൊക്കെ ഭയങ്കര ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ എത്ര ദിവസം വേണമെങ്കിലും നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. ഇനി അനായക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? ഇഷ്ടമായോ? താങ്ക് യു. അപ്പോൾ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇൻഷാ അല്ലാഹ്. ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോക്കായി പ്ലീസ് സബ്സ്ക്രൈബ്.